ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്തു പോകും. അതിപ്പോൾ അവർ ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ടോ റിച്ച് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ഉറക്കെ സംസാരിക്കുന്നത് കൊണ്ടോ ഒന്നും ആവില്ല. പക്ഷേ എന്തോ ഒന്ന് റെസ്പെക്റ്റ് നേടിയെടുക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ പറയുമ്പോൾ എല്ലാവരും അത് സീരിയസ് ആയിട്ട് എടുക്കും. എന്നാൽ വേറെ ചിലരുണ്ട്, അവരെന്ത് പറഞ്ഞാലും ആളുകൾ അത്ര കാര്യമായിട്ട് എടുക്കില്ല, വലിയ വില കൊടുക്കില്ല, ശരിക്കൊന്നും സംസാരിക്കാൻ പോലും വിടില്ല, ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം തന്നെ കോൺടാക്ട് ചെയ്യും. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പുല്ല് വിലയിരിക്കും. റെസ്പെക്റ്റിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്നറിയോ? ഇതിനെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ബിഹേവിയർ ആണ്, നിങ്ങളുടെ പെരുമാറ്റമാണ്. നിങ്ങളുടെ അടുത്ത് എങ്ങനെ പെരുമാറാനാണോ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്, അങ്ങനെയായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറുക. എവറി ഇൻറ്ററാക്ഷൻ സെൻസ് എ സിഗ്നൽ. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങളെ ടോളറേറ്റ് ചെയ്യുന്നു, ആ ഒരു സ്റ്റാൻഡേർഡ് ഇതെല്ലാം ആഡ് ആവുന്നുണ്ട്. ഇതൊക്കെ ഓരോ സിഗ്നലാണ്. ഈ സിഗ്നൽസ് വെച്ചിട്ടാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ബട്ട് ഡോണ്ട് വറി, ഇതൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ഒന്നും അല്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു സ്കില്ലാണ്. ആർക്ക് വേണമെങ്കിലും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെസ്പെക്റ്റ് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 7 പവർഫുൾ റൂൾസ് ആണ്. നിങ്ങൾ അഗ്രസീവ് ആവുകയോ അല്ലെങ്കിൽ അറഗൻ്റ് ആവുകയോ ഫേക്ക് ആവുകയോ ഒന്നുമല്ല, റിയൽ ആയിട്ട് റെസ്പെക്റ്റ് നേടിയെടുക്കാം. ബിക്കോസ് മറ്റുള്ളവരെ പേടിപ്പിച്ചുകൊണ്ട് റെസ്പെക്റ്റ് നേടിയെടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. മറ്റുള്ളവർക്ക് ഉള്ളിൽ തോന്നണം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഫോർ ദാറ്റ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു. So let's start. Hello friends, it's me your brother and welcome back to another great episode. Rule number 1, stop seeking everyone's approval. റെസ്പെക്റ്റ് കളയുന്ന ഒരു മെയിൻ കാര്യമാണ് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. എല്ലാവർക്കും അവർ ഇഷ്ടമാവണം. അപ്പോൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ലൈക്ക് എ ഫേക്ക് സെൽഫ്. അവരൊരിക്കലും ഒന്നിനോടും ഡിസഗ്രി ചെയ്യില്ല. ആരെന്ത് പറഞ്ഞാലും ഓക്കെ കറക്റ്റാണ്, സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാവില്ല. നോ എന്ന് പറയണം എന്നാവും മനസ്സിൽ, പക്ഷേ അവസാനം യെസ് പറയും. ഞാൻ ആദ്യം ഇങ്ങനെയായിരുന്നു. കാരണം നമ്മൾ നോ പറഞ്ഞാൽ അത് മോശമല്ലേ, അവരെ ഹേർട്ട് ചെയ്യില്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ലെങ്കിലോ, ഇങ്ങനെയൊക്കെയാവും ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഒരു സൈക്കോളജിക്കൽ പാരഡോക്സ് ഉണ്ടാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാനായിട്ട് നിങ്ങൾ എത്രത്തോളം ഹാർഡായിട്ട് ട്രൈ ചെയ്യുന്നോ അത്രത്തോളം കുറവ് റെസ്പെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പീപ്പിൾ റെസ്പെക്റ്റ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം ഉള്ളവരെയാണ് ആളുകൾ റെസ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ആത്മവിശ്വാസം എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്. അതിപ്പോൾ മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ അഡ്മയർ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ, അവരൊന്നും എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണം എന്നുണ്ടാവില്ല. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേഷം കെട്ടാനായിട്ട് അവർ തയ്യാറാവുകയില്ല. സോ ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ ഹേറ്റേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷേ അവർക്ക് നല്ല സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരും റെസ്പെക്റ്റ് ചെയ്യും. ബട്ട് എന്ന് കരുതി നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഭയങ്കര റൂഡ് ആവണം എന്നല്ല കേട്ടോ. ഇറ്റ് മീൻസ് ബി ഒതൻറ്റിക്. നിങ്ങളാവുക. നിങ്ങളുടെ വാല്യൂസ് ആൻഡ് ബിലീവ്സ് അത് മുറുകെ പിടിക്കുക. എല്ലാവരുടെയും വാലിഡേഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റോപ്പ് ചെയ്താലുണ്ടല്ലോ, പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെങ്ങനെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദേ വിൽ റെസ്പെക്റ്റ് യു. റൂൾ നമ്പർ 2, കീപ് യുവർ വേർഡ്. ഞാൻ നാളെ ചെയ്യാം, ഞാൻ നാളെ വിളിക്കാം, ഞാൻ 10 മണിക്ക് എത്താം, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയും, പക്ഷേ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ചില ആളുകളുണ്ട്. ആൻഡ് സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻസ്. ജെനുവിൻ റീസൺസ് ഉണ്ടാവും. ബട്ട് എപ്പോഴും ഇതന്നെയാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ പിന്നെ ആളുകൾക്ക് നിങ്ങളെ അങ്ങനെ വിശ്വാസം ഉണ്ടാവില്ല. ദേ സ്റ്റോപ്പ് ട്രസ്റ്റിങ് യു. ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ റെസ്പെക്റ്റ് നിങ്ങൾ നോക്കുകയേ വേണ്ട. നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ. നിങ്ങൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്ന ഓരോ തവണയും നിങ്ങളുടെ ക്രെഡിബിലിറ്റി, ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഓരോ തവണ പ്രോമിസ് ബ്രേക്ക് ചെയ്യുമ്പോഴും ആ ക്രെഡിബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, വാക്കും പ്രവൃത്തിയും ഒരുമിക്കുമ്പോഴാണ് ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ഇതിനെ നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാം. നിങ്ങളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യും എന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമാണ് ആളുകൾക്ക് നിങ്ങളുടെ മേലുള്ള റെസ്പെക്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ആവശ്യമില്ലാതെ എല്ലാതും കയറി ഏൽക്കാൻ നിൽക്കരുത്. കമ്മിറ്റ്മെൻറ്റ്സ് കുറയ്ക്കുക, പക്ഷേ ഏൽക്കുന്ന കാര്യം ചെയ്ത് കാണിക്കുക. കാരണം ആളുകൾ നിങ്ങൾ പറയുന്നത് മറന്നാലും ചെയ്യുന്നത് മറക്കില്ല. റൂൾ നമ്പർ 3, ലേൺ ടു സേ നോ. പലരുടെയും വിചാരം എല്ലാത്തിനും യെസ് മൂളുന്നതാണ് കൈൻഡ്നെസ് എന്നാണ്. പക്ഷേ ഓവറായിട്ട് യെസ് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാത്തിനും ഓക്കെ പറഞ്ഞാൽ പിന്നെ ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന്. എപ്പോൾ വേണമെങ്കിലും ആൾ അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ അവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ബൗണ്ടറീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നോ പറയാനുള്ള കഴിവിലൂടെ. ബിക്കോസ്
നിങ്ങളുടെ പ്രയോറിറ്റീസിനെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ നോ പറയുന്നതിലൂടെ യു ആർ സേയിങ് യെസ് ടു യുവർ സെൽഫ്. തിങ്ക് അബൌട്ട് ഹൈലി റെസ്പെക്റ്റഡ് പീപ്പിൾ. അവരെല്ലാവരുടെയും ഇൻവിറ്റേഷൻ ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല, എല്ലാ റിക്വസ്റ്റ് ഒന്നും ചെയ്തു കൊടുക്കുകയില്ല, മറ്റുള്ളവരെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഗോൾസ് സാക്രിഫൈസ് ചെയ്യില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആൻഡ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പറയുന്ന ഓരോ യെസ്സിനും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ സമയം, എനർജി, അറ്റൻഷൻ ആൻഡ് ഫോക്കസ്. ഇറ്റ് കംസ് വിത്ത് എ കോസ്റ്റ്. സോ നിങ്ങൾ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും, വാല്യൂ ചെയ്യാൻ തുടങ്ങും. സോ നോ പറയേണ്ട സ്ഥലത്ത് നോ എന്ന് തന്നെ പറയാം. റൂൾ നമ്പർ 4, സ്റ്റേ കാം അണ്ടർ പ്രഷർ. ഇമോഷൻസ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ പലർക്കും കൺട്രോൾ പോവും. ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ മതി, അവരങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ആരെങ്കിലും ഡിസഗ്രി ചെയ്താൽ ഉടനെ ഡിഫെൻസീവ് ആവും, എന്താ പറയുക, ന്യായീകരിക്കാൻ തുടങ്ങും. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ളവർക്കറിയാം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ പിന്നെ ആ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈഫ് ഈസി ആകുമ്പോൾ ആർക്ക് വേണമെങ്കിലും കാമായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് റിയൽ ടെസ്റ്റ് ആരംഭിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഇമോഷനായിട്ട് നിൽക്കുമ്പോഴും നിങ്ങൾ കമ്പോസ്ഡ് ആയിട്ട് നിന്നാൽ, മീൻസ് കാമായിട്ട് നിന്നാൽ, യു ഡെമോൺസ്ട്രേറ്റ് സ്ട്രെങ്ത്. അതൊരിക്കലും നിങ്ങളുടെ വീക്ക്നെസ് അല്ല, സ്ട്രെങ്ത് ആണ്. ബിക്കോസ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മെച്യൂർ ആവുന്നത്, കോൺഫിഡൻ്റ് ആവുന്നത്. ഇമാജിൻ, രണ്ടാളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഭയങ്കര ബഹളം, പക്ഷേ മറ്റേ ആൾ കാമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ആരായിരിക്കും സ്ട്രോങ് ആയിട്ട് തോന്നുക, കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുക? ആർക്കാവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുക? കാമായി നിൽക്കുന്ന ആൾക്ക്, അല്ലേ? സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആൾക്ക്. ദ എബിലിറ്റി ടു സ്റ്റേ കാം ഈസ് എ സൂപ്പർ പവർ. റൂൾ നമ്പർ 5, ഡോണ്ട് എക്സ്പ്ലെയിൻ യുവർ സെൽഫ് ടു എവ്രി വൺ. ഇതൊരു ഒന്നൊന്നര റൂളാണ് കേട്ടോ. ചില ആളുകൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരുടെ മുന്നിലും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്താ പറയുക, എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് നോക്കും. എന്തിനാണ് അവർ നോ പറഞ്ഞത്, എന്തിനാണ് പ്ലാൻ മാറ്റിയത്, എന്തിനാണ് ഒരു ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്തത്, എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യം എന്തിനാണ് അവർ ചെയ്യാതിരിക്കുന്നത്. ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ചോയ്സസിനെ ഡിഫെൻഡ് ചെയ്യാൻ നിന്നാൽ അത് മറ്റുള്ളവരിലേക്ക് സിഗ്നൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അപ്രൂവൽ വേണം, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം വേണം, എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. ബട്ട് റെസ്പെക്റ്റഡ് ആളുകൾക്ക് ഇങ്ങനെ എല്ലാവരുടെയും അപ്രൂവൽ ആവശ്യം ഉണ്ടാവില്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള ആളുകളോട് അവരത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും, ആവശ്യം ഉള്ള സ്ഥലത്ത്. പക്ഷേ ജീവിതത്തിലെ സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് അവർക്ക് ആരുടെയും സമ്മതം ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നേടിയെടുക്കുക, ഗോ ആൻഡ് പെർസ്യൂ ഇറ്റ്, അതിനുവേണ്ടി പണിയെടുക്കുക. നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ ഇറ്റ്. എല്ലാവർക്കും നിങ്ങളുടെ വിഷൻ, ഗോൾസ് ഇതൊക്കെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല, ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നിങ്ങളുടെ ലൈഫ് ഒരു പബ്ലിക് വോട്ടിങ്ങിന് വിട്ടുകൊടുക്കേണ്ട കാര്യം ഇല്ല. ബി കോൺഫിഡൻറ്റ് ഓൺ യുവർ ഡിസിഷൻസ് ആൻഡ് ദാറ്റ് അട്രാക്ട്സ് റെസ്പെക്റ്റ്. റൂൾ നമ്പർ 6, ഡെവലപ്പ് കോമ്പിറ്റൻസ്. ലെറ്റ്സ് ബി ഓണസ്റ്റ് ഹിയർ. കോൺഫിഡൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല. അറ്റ് സം പോയിന്റ് യു ഹാവ് ടു ബി ഗുഡ് അറ്റ് സംതിങ്. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലെ കോമ്പിറ്റൻസ് കാണുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഈ ലോകം റെസ്പെക്റ്റ് ചെയ്യുന്നത് റിസൾട്ടിനെയാണ്, നോട്ട് എക്സ്ക്യൂസസ്, നോട്ട് ഇൻറ്റൻഷൻസ്, റിസൾട്ട്സ്. റിസൾട്ട് ഉണ്ടോ എന്നാണ് നോക്കുക. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴല്ല ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാം, പകരം അത് ചെയ്ത് കാണിക്കുമ്പോഴാണ്. സ്വന്തം സ്കിൽസ് കൺസിസ്റ്റൻ്റ്ലി ഇംപ്രൂവ് ചെയ്യുന്ന ആളുകളെ മറ്റുള്ളവർക്ക് അങ്ങനെ പെട്ടെന്ന് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളത് മാസ്റ്റർ ചെയ്യണം. അതിൽ പ്രാവീണ്യം നേടിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. മാസ്റ്ററി ക്രിയേറ്റ്സ് അതോറിറ്റി ആൻഡ് അതോറിറ്റി ക്രിയേറ്റ്സ് റെസ്പെക്റ്റ്. എങ്ങനെ ഞാൻ മറ്റുള്ളവരെ കൊണ്ട് എന്നെ ബഹുമാനിപ്പിക്കും എന്ന് ചിന്തിക്കാതെ പകരം എങ്ങനെ എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ട് മാറാം, സോ ദാറ്റ് ആളുകൾക്ക് എന്നെ റെസ്പെക്റ്റ് ചെയ്യാല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ളൊരു വഴി കോമ്പിറ്റൻസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുക, ടോപ്പായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കുക. കീപ് ഇംപ്രൂവിങ്, കീപ് അപ്സ്കില്ലിങ്, ലെറ്റ് യുവർ വർക്ക് സ്പീക്ക് ലൗഡർ ദാൻ യുവർ വേർഡ്സ്. ആൻഡ് റൂൾ നമ്പർ 7, റെസ്പെക്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റൂൾസിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ ഈ റൂളാണ്. ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആളുകൾ നിങ്ങളോട് എങ്ങനെ പെരുമാറാനാണോ നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നത്, അങ്ങനെയായിരിക്കും അവർ നിങ്ങളോട് പെരുമാറാം. മറ്റുള്ളവർ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിച്ചാൽ പിന്നെ ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ അനുവദിച്ചാൽ പിന്നെ നിങ്ങളുടെ ബൗണ്ടറീസിനെ അവർ റെസ്പെക്റ്റ് ചെയ്യില്ല. നിങ്ങളെ വാല്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്യുക?
സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും അറഗൻസ് അല്ല കേട്ടോ. ഇറ്റ്സ് റെക്കഗ്നൈസിങ് യുവർ ഓൺ വർത്ത്, ഇറ്റ്സ് പ്രൊട്ടക്ടിങ് യുവർ ടൈം, കീപ്പിംഗ് യുവർ സ്റ്റാൻഡേർഡ്സ്, ഓണറിങ് യുവർ വാല്യൂസ്, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. ജെന്യുവനായിട്ട് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളിങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്നും റെസ്പെക്റ്റ് ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ഐറോണിക്കലി അപ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുക. ബിക്കോസ് റെസ്പെക്റ്റ് ആദ്യം ഉണ്ടാവേണ്ടത് ഇവിടെയാണ്, അപ്പോഴാണ് അത് പുറത്തുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി പലരും മനസ്സിലാക്കാത്തൊരു കാര്യം പറയാം. റെസ്പെക്റ്റ് എന്നത് ഒറ്റൊരു മൊമെൻറ്റ് കൊണ്ട് ബിൽഡ് ആവുന്നതല്ല കേട്ടോ. പകരം നിങ്ങൾ ഡെയിലി ലൈഫിലെടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ആൻഡ് ഞാനിപ്പോൾ ഇതെല്ലാം തികഞ്ഞ ഒരാളൊന്നും അല്ല കേട്ടോ. പ്ലീസ് ഡോണ്ട് തിങ്ക് ദാറ്റ് വേ. ഞാനും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ദ തിങ് ഈസ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ, ഇറ്റ്സ് വി. നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് റാപ്പ് അപ്പ്. എല്ലാവരുടെ അടുത്തുനിന്നും അപ്രൂവൽ സീക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക, കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്വയം റെസ്പെക്റ്റ് ചെയ്യുക. നോ യുവർ വാല്യൂ. ഓർക്കുക, എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല, ദാറ്റ്സ് ഇമ്പോസിബിൾ. പകരം നാച്ചുറലി റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആവുക, ദാറ്റ്സ് ദ ഗോൾ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.